എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന വീട്ടിൽ തന്നെ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ ഒരു അക്വേറിയം നിർമ്മിക്കാവുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്റെ മുമ്പത്തെ വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഗപ്പികളെ വളർത്താനും അതുപോലെ മീൻ വളർത്താനുള്ള ചെറിയ ടാങ്കുകൾ നിർമ്മിക്കുന്ന വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്കിലും അത് നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയോട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുക്കുക. നമ്മൾ ഈ ബോക്സിൻ്റെ ഷേപ്പിലാണ് നമ്മൾ അക്വേറിയം നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കാർഡ്ബോർഡ് എടുത്തിട്ടുള്ളത്. ഇത് 2 കാർഡ്ബോർഡ് ഒട്ടിച്ച് വെച്ചതാണ്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഗ്ലാസ് വെച്ച ഭാഗത്ത് നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ പാടില്ല. അത് പിന്നീട് നമുക്ക് ഈ ഗ്ലാസ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഗ്യാപ്പ് മുമ്പേ നോക്കി വെക്കണം. അതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് നേരെ വർക്കിലോട്ട് പോവാം. നമ്മൾ തുണിയും സിമൻറ്റും ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള തുണി നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൂലകളൊക്കെ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ മടക്കി വരും. നമ്മൾ ഇതിന് നടുക്ക് വശത്താണ് നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്ക് സിമൻറ്റ് മിക്സ് ചെയ്യാം. ഇത് സാധാരണ സിമൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഇതിൽ മണലൊന്നും ചേർത്തിട്ടില്ല. ഈ സിമൻറ്റിനകത്ത് നമ്മൾ തുണി നല്ലപോലെ മുക്കിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫ്രെയിമിനകത്ത് ഇടുന്നത്. നമ്മളെടുത്തുള്ള തുണി ഇതുപോലെ സിമെൻറ്റ് നല്ലപോലെ മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള ഈ കാർഡ്ബോർഡ് ബോക്സിനുണ്ട്, അതിന് നമ്മൾ ഷേപ്പ് കിട്ടുന്നത് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിൻ്റെ മുകളിലേക്ക് വിരിച്ചിടുക. എല്ലാ സൈഡുകളും ശ്രദ്ധിച്ച് ചെയ്യണം. ഇതുപോലെ സൈഡുകളും മൂലകളും വരുന്ന ഭാഗങ്ങൾ നമ്മളിത് മടക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ താഴെ കിടക്കുന്ന ഭാഗമാണ് പിന്നീട് മുകളിൽ വരുന്ന ഭാഗമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. അത് സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സിമെൻറ്റിൻ്റെ പൗഡർ കൂടി ചേർത്താൽ മതിയാവും. അപ്പോൾ അത് ശരിക്കും ഒട്ടി നിന്നോളും. എല്ലാ മൂലകളും ഇതുപോലെ നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്തെടുക്കുക. അടിവശം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ഇത് മുകളിൽ വരുമ്പോൾ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ ശ്രദ്ധിക്കണം. ഇതുപോലെ 1-2 ലെയറുകൾ നമ്മൾ ഇതുപോലെ തുണി കൊണ്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരു 3 ലെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും മാത്രമേ നമുക്ക് വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പോകാതെ നിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് ടാങ്ക് മാത്രം മതിയെങ്കിൽ ഞാനിവിടെ ഗ്ലാസ് ഇടാൻ വേണ്ടി ഒഴിവാക്കിയ വശത്തു കൂടി തുണിയിൽ ഇതുപോലെ കോട്ടിങ് കൊടുത്താൽ മതിയാവും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു 60 രൂപയ്ക്ക് താഴെ മാത്രമേ ചിലവ് വരുള്ളൂ ഒരു ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഇതുപോലെ ടാങ്കുകൾ ഒരുപാട് നിർമ്മിക്കാൻ പറ്റും. നമുക്കിനി 2ാമത്തെ ലെയർ കൂടി ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ലെയർ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇത് 2ാമത്തെ ലെയറാണ്. നമ്മളൊരു പഴയ തുണി ഇതുപോലെ തന്നെ സിമെൻറ്റ് മുക്കി ചെയ്യാണ്. 2ാമത്തെ ലെയർ ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കുക. നമ്മളിതുപോലെ ഓരോ ലെയർ ചെയ്യുന്ന സമയത്തും മാക്സിമം ഫിനിഷിങ് വരുത്താൻ വേണ്ടി നമ്മൾ ഇന്നലെ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഭാഗമാണ് അക്വേറിയത്തിൻ്റെ മുകൾ ഭാഗമായി വരുന്നത്. ഇപ്പോൾ ഈ മുകൾ കാണുന്ന ഭാഗം അക്വേറിയത്തിൻ്റെ അടിവശമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും മാക്സിമം നല്ലപോലെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിതുപോലെ 3-4 ലെയർ ചെയ്യണം. എങ്കിലും മാത്രമേ നമുക്കിത് കുറച്ചാലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ലെയർ ചെയ്തതിന് ശേഷവും നമ്മൾ സിമെൻറ്റ് പൗഡർ ഇട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ചോർച്ച ഇല്ലാതിരിക്കുകയുള്ളൂ. നമ്മളിതുപോലെ തുണിയും സിമെൻറ്റും ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായി അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റും. അതുമാത്രമേ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഇതുപോലെ മീൻ വളർത്തുന്ന ടാങ്കുകൾ നിർമ്മിക്കാനും പറ്റും. നമ്മളെ ടാങ്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യുന്ന ലെയറിൻ്റെ എണ്ണം കൂടി കൂട്ടണം. എങ്കിലും മാത്രമേ ബലം കിട്ടുള്ളൂ. നമ്മളെ ഫ്രണ്ടിൽ ഇതുപോലെ 1-2 ലെയർ കൂടി അധികമായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബലത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മുമ്പിൽ വേറെ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ബലത്തിലായിരിക്കും നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ലെയർ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ബലത്തിൽ നിൽക്കും. നമ്മൾ ഈ നിർമ്മിക്കുന്ന ടാങ്കിൻ്റെ സൈസ് നീളം 25 ഇഞ്ചും അതുപോലെ ഉയരവും വീതിയും 13 ഇഞ്ച് വീതിയുള്ള ടാങ്കാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു 3 ലെയർ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ ലെയർ ചെയ്തതിന് ശേഷവും മാക്സിമം ഫിനിഷിങ് വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇപ്പം തന്നെ നല്ലപോലെ ഫിനിഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കൊരു 24 മണിക്കൂർ ഇത് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ വർക്കിന് ഞാനൊരു 60 രൂപയുടെ സിമെൻറ്റ്, അതൊരു 6 കിലോ സിമെൻറ്റും ഒരു 100 രൂപയുടെ ഗ്ലാസും മാത്രമേ എനിക്ക് ചിലവുള്ളൂ. അങ്ങനെ 160 രൂപ മാത്രമേ ചിലവുള്ളൂ. പിന്നെ അക്വേറിയം ഫിൽറ്റർ ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. നമുക്കിത് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കാം.
അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശം ചെറുങ്ങനെ ലെവൽ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ സിമെൻ്റ് ഇട്ട് അടിവശം ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അക്വാറിയത്തിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞു. അപ്പോൾ അത് വെള്ളമൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കാർഡ്ബോർഡൊക്കെ ഇതിനുള്ളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിത് കുറച്ച് സെറ്റാകാൻ വേണ്ടി വെള്ളം കൂടി നിറച്ച് വെച്ചതായത്. ഇനി നമുക്ക് ഈ ഗ്ലാസ് സെറ്റ് ചെയ്യാം. ഈ ഗ്ലാസിൻ്റെ സൈസ് 23 ഇഞ്ച് നീളവും 12 ഇഞ്ച് ഉയരവുമാണ് നമ്മുടെ ഗ്ലാസിൻ്റെ സൈസ്. ഇതുപോലെ നമുക്ക് ഈസിയായി ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്ക് സിമെൻ്റ് ഇട്ട് സൈഡുകളൊക്കെ ഒന്ന് ഉറപ്പിച്ചാൽ മാത്രം മതിയാവും. നമുക്കിന് സിമെൻറ്റ് ഉപയോഗിച്ച് ഇതുപോലെ സൈഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് സിമെൻറ്റും മണലും കൂടെയുള്ള മിക്സാണ്. അത് 1:1 എന്ന അനുപാതത്തിലാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഘട്ടം ഘട്ടമായി മാത്രമേ ഓരോ വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ തരുന്ന വലിയ വലിയ സപ്പോർട്ടുകളാണ് എന്നെക്കൊണ്ട് ഇതുപോലെ ക്ഷമയോടെ ഇരുന്ന് ചെയ്യിക്കാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം. അങ്ങനെ നമുക്ക് ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ മുകളിൽ കുറച്ച് ഷാർപ്പായ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉരച്ച് മാറ്റാം. നമ്മളിതുപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സൈഡൊക്കെ ലെവൽ ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്ന് സ്ലിപ്പാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നല്ല മൂർച്ചയായിരിക്കും ഗ്ലാസിൻ്റെ സൈഡൊക്കെ. നമുക്കിതുപോലെ സാൻഡ് പേപ്പർ ഇല്ലാതെ ടൈലിൻ്റെ പീസ് ഉപയോഗിച്ചും സൈഡുകളൊക്കെ നമുക്ക് സ്മൂത്താക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അക്വാറിയത്തിൻ്റെ പുറമേയുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇനി അക്വാറിയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കല്ലുകളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാനിത് ആ ഭാഗങ്ങൾ ഇതിൽ കാണിച്ചിട്ടില്ല. ഞാൻ എന്തായാലും കല്ലും സിമെൻറ്റും ഉപയോഗിച്ച് ഇതിനൊക്കെ എന്തൊക്കെയോ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറിയ മരത്തിൻ്റെ കമ്പുകൾ, ഉണങ്ങിയ മരത്തിൻ്റെ കമ്പുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കല്ലുകൾ ഇങ്ങനെ പറക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഇതിന്. അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിനെ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലാസ്സിന് ഇതുപോലെ പേപ്പർ വിരിച്ചിട്ടുണ്ട്. പുറമേ വൈറ്റും ഉള്ളിൽ ബ്ലൂ കളറും അങ്ങനെ 2 കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പെയിൻറ്റൊക്കെ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് വെള്ളം നിറക്കുന്നതിനകത്ത് അങ്ങനെ നമ്മൾ അക്വാറിയത്തിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ചരൽ കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ തോടിൻ്റെ സൈഡിൽ നിന്ന് വാരിയ സാധാരണ ചരൽ മണ്ണാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറുള്ള കല്ലോ അതുപോലെ ചിപ്സുകളോ ഇട്ട് കൊടുക്കാം. നമുക്കിനി അക്വാറിയത്തിനുള്ളിൽ 1-2 ചെടി കൂടി നട്ടു കൊടുക്കാം. നമുക്കിതുപോലെ ഒരുപാട് വാട്ടർ പ്ലാന്റ്സുകൾ വാങ്ങാൻ കിട്ടും. ചെറിയ പൈസയുള്ളൂ. ഇത് ഞാൻ വാങ്ങിയെന്നുള്ള നിലവിൽ എൻ്റെ അടുത്ത് ഉണ്ടായൊരു ചെടിയാണിത്. 1-2 ചെടികൾ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു. ഏതായാലും അക്വാറിയത്തിന് ഭംഗിക്കും അതുപോലെ മീന് ജീവിക്കാനും വേണ്ടി നമുക്ക് എന്തായാലും ഒരു വാട്ടർ ഫിൽറ്റർ എന്തായാലും വേണം. ഇത് ഞാൻ മുമ്പ് വാങ്ങിയ ഒരു 300 രൂപ വിലയുള്ളൊരു വാട്ടർ ഫിൽറ്ററാണിത്. ഇത് നമുക്ക് വെള്ളത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വാട്ടർ ഫിൽറ്ററും അതുപോലെ ചെടിയൊക്കെ നട്ട് കല്ലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്വാറിയത്തിൽ ശരിക്കും ഒരു ചന്തമില്ലേ നിങ്ങൾ പറഞ്ഞേ. നമുക്കിനി അക്വാറിയത്തിലേക്ക് പതിയെ മീനുകളെ ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് ഗോൾഡ് ഫിഷ് ഉണ്ട്, കാർപ്പ്, SK ഗോൾഡ്, അതുപോലെ തന്നെ പ്ലാറ്റി, ഗപ്പി, ഷാർക്ക്, ഏഞ്ചല്, നമ്മളെ ഒച്ച്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാ ടീമും ഉണ്ടെങ്കിലും മാത്രമേ നമ്മുടെ അക്വാറിയം കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ നമ്മൾ മീനുകളെ മുഴുവൻ ഇതിനകത്ത് ഇട്ടു. സാധിക്കുമെങ്കിലും നിങ്ങളും ഇതുപോലത്തെ ഒരു ടാങ്ക് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മുമ്പ് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഗപ്പികളെ അതുപോലെ മീനുകളൊക്കെ വളർത്താൻ പറ്റിയ ചിലവ് ചുരുങ്ങിയ ചെറിയ ടാങ്ക് നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പ്രത്യേകം വേണ്ടി ഞാൻ നിർമ്മിച്ചതാണ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയോടെ തന്നെ നിർമ്മിച്ചതാണ്. നമുക്ക് കുറച്ചേരം മീനുകളെ കണ്ടുകൊണ്ടിരിക്കാം.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വ്യത്യസ്തമായ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.